ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിജിത. ഇന്ന് ഡിസംബർ 30 ആണ് കേട്ടോ. ന്യൂ ഇയർ ആവാറായി. അതിലിരട്ടി സന്തോഷം. നമ്മുടെ ശിവുവിന്റെ ബർത്ത്ഡേ, 3ാമത്തെ ബർത്ത്ഡേ ആണ്. 3 വയസ്സാവാറായി. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങൾ പോണത്. എന്താ പറയാ, ശിവു ജനിച്ച ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. ഏറ്റവും കൂടുതൽ കരഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ഡേ ആണ്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആണത്, ശിവു ജനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് ബേബിയും കൂടിയാണത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണെന്ന്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാഗരേട്ടൻ കാലത്ത് തന്നെ വീട്ടിലേക്ക് പോവാണ്, ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. തലേ ദിവസം ഞങ്ങളോട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോവാണ്, അമ്മേനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ വണ്ടിയിൽ ചാർജില്ല, ചാർജർ എടുക്കാൻ മറന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയേക്കണത്. കാലത്ത് ചായയൊക്കെ കുടിച്ചു. എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാണ്ട്, എഡിറ്റ് ചെയ്യാണ്ട്, കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട്, പിന്നെ കസ്റ്റമേഴ്സിന് കുറച്ച് റിപ്ലൈ കൊടുക്കാണ്ട്, എല്ലാ സാധനങ്ങളും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കണത്. അപ്പോൾ കാണിച്ചരങ്ങ പറയാം. അച്ഛനോട് പറഞ്ഞു അമ്മേട്ടൻ പോവാന്ന്. ബൈ ബൈ. അപ്പോൾ സാഗരേട്ടൻ വീട്ടിൽ പോയിട്ട് വണ്ടിക്ക് ചാർജ് ചെയ്ത് അമ്മേനെ കൊണ്ടുവരാനായിട്ട് ഒരു 12:30 ആകുമ്പോഴേക്കും ഇവിടെ എത്താമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും എനിക്ക് കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കണം, കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതെ, എൻ്റെ നല്ല നീളമുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഞാനും അമ്മയും ഒരേപോലത്തെ മോഡൽ ചുരിദാറാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷോൾഡർ ലെങ്ത് ഇത്തിരി കൂടുതലായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ഒരേ ഹൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 2.5 മീറ്റർ ഒന്നും ഷോൾഡർ ആവശ്യമില്ല. ഞാൻ ലെങ്ത് കട്ട് ചെയ്യാനായിട്ട് മറന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കെഴുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം പോവാറായിട്ടുണ്ട്. ചേച്ചിയും ചേട്ടൻ അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തിയാൽ മതിയായിരുന്നു. അമ്പലത്തിൽ പോയാ? അമ്പലത്തിൽ പോയി കാശിട്ടു. അപ്പം നമ്മൾ എല്ലാവരും ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോയത്. അച്ഛൻ ബൈക്കുമിലാണ് പോയത്. സാഗരേട്ടൻ എന്തൊരു അത്യാവശ്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ടാങ്കൊക്കെ കലക്കലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്കാണ് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശിവുവിന് എന്താ പറയുക, ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ കേക്ക് വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ കേക്ക് ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ് കേക്ക് വാങ്ങിക്കാറുള്ളത്. സാഗരേട്ടൻ്റെ ഫേവറേറ്റ് പേജാണ് കേട്ടോ അത്. കേക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കേക്ക് സാഗരേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് മട്ടില്ല എന്ന് പറയാം. അതായത് മധുരം കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ സാഗരേട്ടൻ്റെ ഫേവറേറ്റ് പേജാണ് കേക്ക് ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നായിരുന്നു കേക്ക്. നമ്മൾ സ്ഥിരം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെക്കറേഷനൊക്കെ ഇവർ തന്നെ തലേദിവസം ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ശിവുവിന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സ്കേർട്ടും ടോപ്പും, ലെഹങ്ക പോലത്തെ ഒരു ടോപ്പാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. Happy birthday, Shivu. പൊട്ടി കേക്കിൽ കേക്കണ്ടോട്ടെ പഠിക്കാൻ മതി. സാഗരേട്ടന് പിന്നെ അത്യാവശ്യമായിട്ട് ഒരു കാര്യത്തിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് പോയിട്ട് വളരെ ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ വഴിയൊക്കെ കുറേ തെറ്റി. പിന്നെ നമ്മുടെ ഓരോ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. Go
ഗോ ഗോ ഗോ. ഡിറ്റക്ഷൻ അല്ലോ ഫേസ്. പിന്നെ ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കണ്ണനാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോഴൊക്കെ എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറിയിലോ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് വന്നിട്ട്. അവനൊക്കെ ആയിട്ട് നല്ല കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഫാമിലി എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ജോലിയുള്ള കാരണം വരാൻ പറ്റിയില്ല, സാറ്റർഡേ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ വന്നില്ല കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ ഗിഫ്റ്റ് വലിയൊരു ഗിഫ്റ്റായിരുന്നു. അപ്പോൾ അത് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആർക്കും ക്ഷമയില്ല, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവു താഴ്ത്തുനിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവന് ദേഷ്യമൊക്കെ വന്നു തുടങ്ങിയിട്ട് അവസാനം എന്താ പറയുക, കുട്ടിച്ചാട്ടനായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. കണ്ണനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരും അത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് കേക്ക് കട്ടിയിലൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റ് അൺബോക്സിങ്ങിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ഞങ്ങളുടെ പാപ്പൻ്റെ ഉണ്ണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ്. ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അപ്പോൾ ശിവ അച്ഛനും കൂടി ഒരുമിച്ചാണ് കഴിക്കുന്നത്. അത് യെല്ലോ ഷർട്ട് ഇട്ടത് പാപ്പൻ്റെ ഉണ്ണിയാണ് കേട്ടോ, നേരത്തെ കണ്ട ഉണ്ണിയുടെ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് വയസ്സായി. ഹാപ്പി ബർത്ത്ഡേ ആണ്. ഓടാം, നമുക്ക് ഓടാം. ആയ് ആ ശിവ ഓടുന്നു. മാമി ശിവനപ്പോൾ ഇത്ര നേരം ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ശിവനെ കുറച്ച് നേരം ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഞാൻ സാഗരേട്ടനെ അവിടുത്തെ തൊട്ടപ്പുറത്തെ അമ്പലത്തിൻ്റെ ഒരു ഗ്രൗണ്ടിൽ അവിടേക്ക് ഓടുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓടി കളിക്കുകയായിരുന്നു കേട്ടോ, ശിവനെ ഒന്ന് ജസ്റ്റ് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. സുഖാണോ പറഞ്ഞേ നോക്കട്ടെ. കേക്ക് അറിയോ നോക്കട്ടെ. ഹായ് എന്തോ പറഞ്ഞു. ദേ ഓടുന്നു, ശിവ ഓടുന്നു. ഹായ് ശിവ ഓടുന്നു. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. നമ്മളങ്ങനെ കുറേ നേരം ഗ്രൗണ്ടിലൊക്കെ ഇരുന്ന് കളിച്ചു. പിന്നെ നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ, സീ യു.